കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ എന്റെ കഥ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി MS. ഹോസ്പിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ ആശുപത്രി പ്രക്ഷേപണം ഇന്ന് പല രാജ്യങ്ങളിലും പരീക്ഷിക്കപ്പെടുന്ന റേഡിയോ പ്രക്ഷേപണ ശാഖയാണ്. ഇത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് റേഡിയോ ബെൻസിഗറും ആരംഭിക്കുന്നത്. എന്റെ കഥ. രോഗാവസ്ഥ ഒരു മനുഷ്യന്റെ ശാരീരിക പ്രശ്നം മാത്രമല്ല, മാനസിക പ്രശ്നം കൂടിയാണ്. ഭയം, ആശങ്ക, ധനനഷ്ടം, ഒറ്റപ്പെടൽ തുടങ്ങി പല മാനസിക പ്രശ്നങ്ങളും ഒരു രോഗിക്കുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുറന്നു പറയുന്നതിലൂടെ മനസ്സിന് ആശ്വാസവും രോഗസൗഖ്യവും ലഭിക്കുമെന്നുള്ള തത്വമാണ് ഇതിന്റെ പുറകിലുള്ളത്. കടുത്ത രോഗങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യരുടെ കഥകൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ കഥകൾ പ്രത്യാശയുടെയും ആശ്വാസത്തിന്റെയും സാന്ത്വനത്തിന്റെയും കഥകളാണ്. റേഡിയോ ബെൻസിഗറിൽ നിന്നും ഇന്നത്തെ എന്റെ യാത്ര ആശ്രാമത്തേക്കാണ്, രാധാകൃഷ്ണന്റെ വീട്ടിലേക്ക്. നമുക്കൊന്ന് പോയി വന്നാലോ? ചെറിയൊരു ചാറ്റൽ മഴയിൽ ചിന്നക്കട ട്രാഫിക് സിഗ്നലും കടന്ന് ആശ്രാമ മൈതാനവും കടന്നു വേണം രാധാകൃഷ്ണന്റെ വീട്ടിലെത്താൻ. രാധാകൃഷ്ണനെ തേടിയുള്ള എന്റെ യാത്രയിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇത്രമാത്രമാണ്. 2008 ചിന്നക്കട ICIC ബാങ്കിനടുത്ത് വെച്ചുണ്ടായ ഒരു ബൈക്ക് ആക്സിഡന്റിൽ സ്വന്തം സ്വപ്നം പൊലിഞ്ഞുപോയ ഒരു 23-കാരൻ ഇന്ന് 17 വർഷം പിന്നിടുന്നു കിടപ്പിലായിട്ട്. ഒരു അപകടത്തിന്റെയും പൊലിഞ്ഞുപോയ ഒരു സ്വപ്നത്തിന്റെയും കഥ കേൾക്കാനായുള്ള എന്റെ ഈ യാത്രയിൽ വഴിമധ്യേ കണ്ട കാഴ്ചകൾ ഭീതിപ്പെടുത്തുന്നതായിരുന്നു. ചീറിപ്പായുന്ന യുവത്വവും അശ്രദ്ധമായി ക്രോസ് ചെയ്യുന്ന വ്യക്തികളും യാത്രയിൽ എനിക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ കാഴ്ചകൾ കടന്നു പോകുമ്പോൾ രാധാകൃഷ്ണന്റെ വീട് തേടിയുള്ള അന്വേഷണത്തിലായിരുന്നു ഞാൻ. ഒരല്പം വഴിതെറ്റിയെങ്കിലും ഒടുവിൽ ഞങ്ങൾ കൃത്യസ്ഥലത്തെത്തി. ഞങ്ങളെ സ്വീകരിക്കാനായി ഇവിടെ 2 അമ്മമാരുണ്ടായിരുന്നു. രാധാകൃഷ്ണന്റെ അമ്മ ഇന്ദിരാമ്മയും അപ്പച്ചി ശാരദാമ്മയും. അവർ ഞങ്ങളെ രാധാകൃഷ്ണന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇനി കഥ ഇവിടെ തുടങ്ങുകയാണ്. കാലുകൾ, ഇടുപ്പ്, പെൽവിക് ഏരിയ എന്നിവ ബാധിക്കുന്ന ശരീരത്തിന്റെ താഴത്തെ പകുതിയുടെ ഭാഗികമായോ പൂർണ്ണമായോ പക്ഷാഘാതത്തിന് കാരണമാകുന്ന ഒരുതരം സുഷുമ്നാ നാഡി പരിക്കാണ് പാരാപ്ലേജിയ. ഈ രോഗത്തിന് അടിമയാണ് രാധാകൃഷ്ണൻ നായർ എന്ന 40 വയസ്സുകാരൻ. 2008 നടന്ന ആക്സിഡന്റിൽ കിടപ്പിലായിപ്പോയ അദ്ദേഹത്തിന്റെ കഥ നമുക്കിനി കേട്ടു തുടങ്ങാം. 2008 ദുബായിലായിരുന്നു. ഗൾഫില് അൽക്കോസിലായിരുന്നു. ഗൾഫില് 2 കൊല്ലത്തോളുണ്ടായിരുന്നു. അച്ഛൻ വന്ന് ബൈക്കും കൂടെ ഓടിച്ചിട്ടായിരുന്നു ആക്സിഡന്റ് പറ്റിയത്. രാധാകൃഷ്ണന് അപകടത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയില്ല. കാരണം അപകടത്തിന് ശേഷം ഓർമ്മയ്ക്ക് സാരമായി കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. രാധാകൃഷ്ണന് സംഭവിച്ച അപകടത്തെക്കുറിച്ച് അപ്പച്ചി ശാരദാമ്മ പറയുന്നത് കേൾക്കാം. മഴയുണ്ടായിരുന്നു, മഴച്ചാറ്റിലുണ്ടായിരുന്നു, തെറ്റലുണ്ടായിരുന്നു. അങ്ങനെ കൂട്ടിയിടിച്ച വഴിയിൽ 2 ബൈക്കും മറിഞ്ഞു. അങ്ങോട്ട് പോയതും മറ്റേ കൊച്ചി ഇടറോട്ടിൽ കൂടി ഇങ്ങോട്ട് കയറി വന്നതും. അയാൾ ആ റോട്ടിൽ മരിച്ചു. ഇവന്റെ ബാക്കിൽ ഇരുന്നവര് ആ റോട്ടിൽ തന്നെ വരും. അപകടം സംഭവിക്കുമ്പോൾ കൂടെ യാത്ര ചെയ്ത വ്യക്തിയും മറ്റൊരു ബൈക്ക് യാത്രികനും മരണം സംഭവിച്ചതുമൊക്കെ പിന്നീടാണ് രാധാകൃഷ്ണനും തിരിച്ചറിയുന്നത്. അതിനെക്കുറിച്ച് അമ്മ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. യവൻ ഒരിടത്ത് കിടക്കുന്ന മറ്റേ പിള്ള 2 രണ്ടിടത്തായിട്ട് കിടന്നു. അവര് 2 പേരും എഴുന്നേറ്റില്ല. യവനെന്തോ ഇരുന്നറിയോ, ചാടി അങ്ങ് എഴുന്നേറ്റ് ഇപ്പം എൻ്റെ തലയിൽ കൂടി ഇങ്ങനെ മഴ പെയ്ത് വെള്ളം വീണുകൊണ്ടിരുന്നു. അപ്പൊ കൈ കൊണ്ടവൻ ഇങ്ങനെ തലേന്ന് അമ്മ നോക്കിയപ്പോൾ 2 പേര് അവിടെ ഇവിടെയും കിടക്കുന്നു. അത് കണ്ടുകൊണ്ട് അവൻ പെട്ടെന്ന് ആ വീഴ്ച പിന്നെ അവൻ എഴുന്നേറ്റിട്ടില്ല. പെട്ടെന്നുണ്ടായ അപകടത്തിൽ കൂടെ യാത്ര ചെയ്ത സുഹൃത്തും ചലനമറ്റ് കിടക്കുന്നത് കണ്ട് ബോധരഹിതനായി വീണുപോയ രാധാകൃഷ്ണൻ പിന്നീട് എണീറ്റിട്ടില്ല. പിന്നീടുള്ള ചികിത്സയ്ക്കായി മറ്റാശുപത്രിയിലേക്കും രാധാകൃഷ്ണനെ കൊണ്ടുപോയെങ്കിലും ഇന്നും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. അവന്റെ ഇടുപ്പ് 2 അപ്പോഴെങ്ങും ചെറിയ ജാമായ, പിന്നെ തലയ്ക്ക് പറ്റി. മെയിൻ ഭാഗത്ത് തന്നെ അടി കൊണ്ടത്. അപ്പം അനന്തപുരി കൊണ്ടുവന്ന തലയ്ക്ക് ചികിത്സിച്ചത്. 4 മാസം കഴിഞ്ഞ് അവിടെ ICUന്ന് ഇറക്കിയപ്പം അപ്പോഴാണ് പിന്നെ ഇടുപ്പ് പിന്നെ ഡോക്ടർ കണ്ടത്. അപ്പം നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞ് ഈ ഇടുപ്പ് ഇങ്ങനെ എല്ലിങ്ങനെ വളഞ്ഞു പോയി, അതുകൊണ്ട് ഇനി അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, ഇയാൾ തന്നെത്താൻ ഇരിക്കത്തില്ല, തന്നെത്താൻ നടക്കത്തില്ല,
നിൽക്കത്തില്ല. 3 ഊട്ടവും ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ അവൻ തന്നെ ഒന്നും ചെയ്യത്തില്ല. വീട്ടുകാർ പ്രതീക്ഷ കൈവിടാതെ രാധാകൃഷ്ണനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനായി വിദഗ്ധ ചികിത്സയ്ക്കായും കൊണ്ടുപോകാത്ത ആശുപത്രികളില്ല. പിന്നെ ഞങ്ങൾ ഇത് കൂട്ടാക്കാതെ ഞങ്ങൾ വെല്ലൂര് കൊണ്ടുപോയി. ഇടുപ്പ് ഓപ്പറേഷൻ ചെയ്താൽ സുഖമാവുമെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ എല്ലിൻ്റെ ഡോക്ടർ നോക്കിയിട്ടും പറഞ്ഞു ഇടുപ്പൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ചെയ്താൽ സീരിയസ് ആവുമെന്ന് പറഞ്ഞു. ബ്ലീഡിങ് ഉണ്ടാവും, ഹോമോ സ്റ്റേ ആവും. കേട്ട് ഞങ്ങൾ പേടിച്ച് ഞങ്ങൾ ഇനി കൊണ്ടുപോയിരുന്നു. പിന്നെ എല്ലായിടവും ഫിസിയോതെറാപ്പി, PMR കിടന്ന് 4 മാസം ഫിസിയോതെറാപ്പി, 2 പ്രാവശ്യം ബെൻസിൽ കിടന്നു. അങ്ങനെ ഒരുപാട് ആശുപത്രി കിടന്നു. ചികിത്സ ആദ്യം അനന്തപുരിയിലായിരുന്നു, മാർത്താണ്ഡൻ ഡോക്ടറായിരുന്നു. ഒരു 8-10 വർഷം ഞങ്ങളിങ്ങനെ പോയി. 4 മാസം അവിടുത്തെ സ്ഥിരം ചികിത്സ കഴിഞ്ഞിട്ട് പിന്നെ മാസം ഞങ്ങൾ പോകുമായിരുന്നു ചെക്കപ്പിന്. ഒരുപാട് പൈസയൊക്കെ ലക്ഷക്കണക്കിന് 13 ലക്ഷം രൂപ അവിടെ തന്നെ ഞങ്ങൾക്കായി. 4 ലക്ഷം രൂപയും കൊണ്ട് വെല്ലൂര് പോയി. അതിലൊന്നും ഗുണമില്ല. അച്ഛന്റെ മരണവാർത്തയെ അറിഞ്ഞ് എത്തിയ രാധാകൃഷ്ണൻ തിരിച്ച് ഗൾഫിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ട കാര്യങ്ങളും ചെയ്തു മടങ്ങവെയാണ് അപകടം സംഭവിച്ചത്. പിറ്റേന്ന് വാനിക്ക് എവിടെ പോയി എയർപോർട്ടിൽ പോയി ബുക്ക് ചെയ്തിട്ട് വന്നിട്ട് പിറ്റേന്ന് വാനി എന്നതാണ്. എന്നാൽ അയാൾക്ക് 24, 21, 25 വയസ്സേ ഉള്ളൂ. ഇപ്പം 17 വർഷം ആയില്ലേ. ഇപ്പം കറക്റ്റ് 40 വയസ്സായി. 84 ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വരുന്ന വ്യക്തികളെ കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങൾ ഒരുപക്ഷെ പ്രവാസികളുടെ കുടുംബാംഗങ്ങൾക്ക് നന്നായി മനസ്സിലാവും. നാട്ടിലേക്ക് അവരൊരു ഫോൺ കോൾ ചെയ്യുമ്പോഴുള്ള സന്തോഷം, നാട്ടിൽ വരുമ്പോൾ കൊണ്ടുവരുന്ന മിഠായിയും ഗൾഫിൽ നിന്നുള്ള സമ്മാനങ്ങൾക്കുമായി കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങളൊക്കെയാണ് ഓരോ പ്രവാസിയുടെയും സന്തോഷം എന്ന് പറയുന്നത്. ഒരു കാലത്ത് ആ സന്തോഷത്തിൽ തന്നെയായിരുന്നു രാധാകൃഷ്ണന്റെ കുടുംബവും. അന്ന് ഇവിടെ ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ വിളിക്കുമ്പോൾ ഉടനെ എന്റെ ഭർത്താവ് വിളിക്കുമായിരുന്നിടെ ഓടിവാതാവും. പൊടിമോനെന്നാണ് വിളിക്കുന്നത്. പൊടിമോൻ വിളിക്കുന്നതിടെ ഓടിവാന്ന് പറയും. അങ്ങനെ എന്നെ വിളിക്കും, ഞാനുമായിട്ടൊക്കെ സംസാരിക്കും. വലിയ ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ സാധനങ്ങളുമായിട്ട് അവനെല്ലാം കൂടെ ഒന്നിച്ചെല്ലാം കരുതി കൂട്ടി നമുക്ക്. ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം പൊടി. ഇയാൾ നല്ല നിലയിൽ അവിടെ വന്നത് അവർ സിയോടെ കമ്പനിയിലെ ഡ്രൈവർ ആയിരുന്നു. 1 ലക്ഷം രൂപ വരാനല്ലോ ഇത് ബോണസും മേടിച്ച് നല്ല ശമ്പളമൊക്കെ ആയിട്ട് വന്ന ആളാണ്. മക്കളെ കൊണ്ടുള്ള അനുഭവമാകിയില്ല. അത് പറഞ്ഞ ഒറ്റ നിമിഷം കൊണ്ട് താറുമാറായ. പ്രവാസികളായ അവിവാഹിതരായ മക്കളുടെ മാതാപിതാക്കളുടെ എല്ലാം ആഗ്രഹം അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ മക്കളുടെ വിവാഹം നന്നായി നടത്തുക എന്നുള്ളതാണ്. രാധാകൃഷ്ണന്റെ മാതാപിതാക്കൾക്കും അത്തരം ആഗ്രഹങ്ങളുണ്ടായിരുന്നു, പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. വന്ന് വരുമ്പോ പിന്നെ അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു പിന്നെ വരുമ്പോ ഇയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു. പക്ഷെ അച്ഛനങ്ങ് മരിക്കുകയും ചെയ്ത്. പിന്നെ അതിനുശേഷം ഇയാളെയും കൊണ്ടങ്ങ് എപ്പോഴും ആശുപത്രിയിലായിരുന്നു. പിന്നെ ഇവിടെ കല്യാണം കഴിക്കുന്നത് പഴയ പൊടിവൻ എന്ന് പറഞ്ഞാൽ നല്ല കലയായിരുന്നു അവൻ. അയ്യോ, അവനെ കണ്ടാൽ ആരായിരുന്നു. അച്ഛന്റെ മരിപ്പിന് വന്നപ്പോഴത്തേനും ഓരോരുത്തർ കണ്ണടിച്ചിട്ട് കളഞ്ഞു. ഇനി ഈ ജന്മം അവനങ്ങനെ ഒരു പെങ്കൊച്ചോ ഒരു അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് കിട്ടുമോ? അച്ഛന്റെ മരണത്തോടുകൂടി രാധാകൃഷ്ണന് നഷ്ടമായത് തൊഴിൽ മാത്രമല്ല, ആരോഗ്യം, ആൾബലം. ചികിത്സയിൽ കുറച്ചൊക്കെ മാറ്റം സംഭവിച്ചുവെങ്കിലും പിന്നീട് അത് പൂർണ്ണമായും ഇല്ലാതാകുകയായിരുന്നു. അതിന്റെ കാരണം ആരോഗ്യമില്ലാതായിപ്പോയ സാഹചര്യം തന്നെയാണ്. വീൽ ചെയറിനകത്ത് കയറി ഇവിടെ ഇരുന്നും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എപ്പോഴും പോകുമായിരുന്നു. ഞങ്ങൾ അവിടെ അനന്തപുരി ചെന്നിറങ്ങിയാൽ വാക്കർ പിടിച്ച് അകത്ത് ഡോക്ടർ OP കൊണ്ട് നടക്കുമായിരുന്നു. വെല്ലൂര് ആ കാമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തം കാമ്പൗണ്ടാണ്. അവിടെ മൊത്തം വാക്കർ കൊണ്ട് പിടിച്ച് നടക്കുമായിരുന്നു. ആളുകൾ വീട്ടിലില്ലാതെ വന്നപ്പോഴത്തേനും ഒറ്റയ്ക്കായി എന്നെ കൊണ്ട് ഒന്നും ചെയ്യാനും എടുക്കാനൊക്കെ പറ്റാതെ വന്നപ്പോഴത്തേനാണ് കൂടുതലും ചിറ്റപ്പനുള്ളപ്പോൾ ചിറ്റപ്പന്റെ സഹായമുണ്ട്. ഇപ്പൊ ആരും ഇല്ലാതെ വന്നു. ഒരുപാട് ചികിത്സകൾ നടത്തിയെങ്കിലും ഒരു ഫലവും കാണാത്ത സാഹചര്യത്തിൽ മനസ്സ് തളർന്നിരുന്ന അമ്മയ്ക്കും അപ്പച്ചിക്കും ഇപ്പോൾ കുറച്ചൊരാശ്വാസമുണ്ട് രാധാകൃഷ്ണന്റെ കാര്യത്തിൽ. ഓർമ്മക്കുറവുണ്ട്. ഈ കാര്യം കൈയൊന്നും അനക്കത്തില്ലായിരുന്നു. ഇതിപ്പോ തന്നെത്താൻ എടുത്തേ കാലും മറ്റേ കാലും അനക്കുന്നുണ്ട്. പാദമൊക്കെ വിരലൊക്കെ അനക്കുന്നുണ്ട്. ഈ കാലും കൈയൊക്കെ ഈ ഇടത്തെ സൈഡ് അനക്കത്തില്ലായിരുന്നു. ഇടത്തെ കാലൊന്നും അനക്കത്തില്ല. അതിന് തളർന്ന കാലായിരുന്നു. ഇപ്പൊ ഈ ഹോമിയോപ്പതി മരുന്ന് കഴിക്കാൻ തുടങ്ങിയ തൊട്ട് ഇടത്തെ കാല അനക്കാൻ തുടങ്ങി. അപ്പൊ അതിനൊക്കെ നമുക്കൊരു ഇച്ചിരി സന്തോഷവും. പിന്നെ അവനും സ്വാഭാവികമായിട്ട് അവന് ഈ ഓർമ്മയൊക്കെ അവന്റെ ആ ഇതില് നമുക്കറിയാം, മനസ്സിലാവുന്നുണ്ട്. ഓർമ്മയൊക്കെ ഇച്ചിരി വരുന്നുണ്ട്. പിന്നെ മൂത്രം ഒഴിക്കുന്ന വിളിക്കണമെന്നൊന്നും ചോദിച്ചാൽ ഇപ്പൊ അത് പറയുന്നുണ്ട്. മറ്റത് അതും ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഈ ഹോമിയോപ്പതിയിൽ നമുക്കുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു അലോപ്പതി നിർത്തരുതെന്ന് പറഞ്ഞു. അങ്ങനെ അലോപ്പതി 17 വർഷം കൊണ്ട് അലോപ്പതി കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഇതിന്റെ കൂടെ അത് കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അധികം ആഗ്രഹങ്ങളൊന്നുമില്ല രാധാകൃഷ്ണനെ കുറിച്ച്. എന്നാൽ പ്രായം മുന്നോട്ട് പോകുന്തോറും ഒരല്പമെങ്കിലും രാധാകൃഷ്ണന് മാറ്റം സംഭവിച്ചിരുന്നെങ്കിലെന്നുള്ള പ്രാർത്ഥനയല്ലാതെ. ചെറിയ സപ്പോർട്ട് എനിക്ക് തന്നാൽ മതി, എത്ര നാൾ വേണമെങ്കിലും ഞാൻ അങ്ങ് പോയി. പക്ഷെ ഇപ്പൊ എനിക്ക് വന്നു അവനെ ഫുൾ എനിക്ക് അവനെ പിടിക്കാൻ വയ്യ.
എന്ന് പറയാൻ എനിക്കാണെങ്കിൽ എപ്പോഴാ ഏത് സമയം നമുക്ക് എന്തെങ്കിലും വന്നാൽ പിന്നെ അവനെ ഒട്ടും നമുക്ക് ചെയ്യാതെ വരുത്തില്ല. അത് കാരണം പേടിയും ഉണ്ട്. അവനെ ഞാൻ തന്നെയാണ് പിടിച്ച് ഈ കട്ടിൽ ഇരിക്കുന്നത്. രാധാകൃഷ്ണന്റെ അമ്മ ഇന്ദിരാമ്മയ്ക്ക് രാധാകൃഷ്ണനെ കൂടാതെ ഒരു മകൻ കൂടി ഉണ്ടായിരുന്നു. എന്തോ ഈ കഥ കേട്ടപ്പോ അറിയാതെ മനസ്സിൽ തോന്നിയിരുന്നു, എന്തേ വിധി ഈ കുടുംബത്തിനോട് ഇത്രയും ക്രൂരത കാട്ടിയെന്ന്. ഒരാശ്വാസത്തിന് പോലും ആരും ഇല്ലാതാക്കി കളഞ്ഞല്ലോ എന്ന്. ഒരു ഉണ്ട് മോളെ ഉണ്ടായിരുന്നു. ഇവന് മൂത്തൊന്നുണ്ടായിരുന്നു. അവൻ ഈ രംഗങ്ങൾ അവനും പേർച്ചില്ലായിരുന്നു. രണ്ടുപേരും കൂടെ അച്ഛൻ്റെ മനസ്സിൽ അവനിങ്ങനെ പറ്റിയല്ലോ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞ്, നിങ്ങൾ അണ്ണയും മോനും കൂടെ കഴിഞ്ഞു, എന്നെയൊന്നും പ്രതീക്ഷിക്കണ്ട, ഞാനൊരു ദിവസം അങ്ങ് പോകുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാനതത്ര കാര്യമാക്കി. ഒരു ദിവസം രാത്രി 7:30 മണി സമയം 8 മണിയായപ്പോൾ അവനാണ് പോകും. 3 വർഷം ഈ വരുന്ന ഫെബ്രുവരി ആകുമ്പോൾ 3 വർഷമാകും. 2025 ഫെബ്രുവരി ആകുമ്പോൾ 3 വർഷമാകും. ഭർത്താവ് മരണപ്പെടുന്നു. ആ വിവരമറിഞ്ഞെത്തുന്ന 2 ആൺമക്കൾ. ഇളയാൾ അപകടത്തിൽ കിടപ്പിലാകുന്നു. ഏക ആശ്വാസമായിരുന്ന രണ്ടാമത്തെ മകൻ ആത്മഹത്യ ചെയ്യുന്നു. തളർന്നു പോകാൻ മറ്റെന്ത് വേണം ഒരമ്മയ്ക്ക്? എന്നാൽ തളരാതെ പിടിച്ചു നിൽക്കുകയാണ് ഈ അമ്മ. എനിക്ക് ആത്മഹത്യ ചെയ്യാൻ വയ്യ. അവനെങ്ങനെ ഒരു നിമിഷം കൊണ്ടങ്ങ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞു. പക്ഷെ എനിക്ക് പേടി, ഭയം. ചെയ്താൽ നമ്മൾ എങ്ങനെയെങ്കിലും പരാജയപ്പെട്ടു പോയാലോ, പിന്നെ ആ ഹന്നക്കെട്ടില്ലേ, ചിലപ്പോൾ നമ്മൾ മരിച്ചില്ല, എന്തോ ചെയ്യും? ആ ഒരു പേടിയുണ്ട് എൻ്റെ മനസ്സിൽ. എത്ര പ്രാവശ്യം ഞാൻ ഓർത്തെന്നറിയാവോ, ഇവനെ ഇട്ടിട്ട് ഞാൻ ചെയ്യാനും തോന്നില്ല, അവനെ ഞാൻ എന്തോ ചെയ്യും എന്നൊക്കെ ഉള്ള ചിന്തകളാണ് 24 മണിക്കൂർ. ഇതുവരെയൊക്കെ ഇത്രയും നാൾ പിടിച്ചിരുന്നു. മാനസികമായിട്ടൊന്നും വരല്ലേ എന്നുള്ള പ്രാർത്ഥനയായി. പിന്നെ അവനെ നോക്കാൻ അങ്ങനെ കിട്ടിയാന്നുണ്ടെങ്കിൽ ഏറ്റവും നമ്മുടെ ഭാഗ്യം, അവന്റെ ഭാഗ്യം. മകന് കൂട്ടായി ആരെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയുണ്ട് ഈ അമ്മയ്ക്ക്. താൻ കൂടി ഇല്ലാതായാൽ ഇനി എന്താകും മകന്റെ ഭാവി? പിന്നെ അല്ലെങ്കിൽ കൊള്ളാൻ സ്വന്തം വീൽ ചെയറിലെങ്കിൽ ഇരുന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോ കുഞ്ഞുങ്ങളെ നോക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അങ്ങനെ അവനെ നോക്കാൻ ആരും എത്ര ഇനി നാളെ അവൻ ജീവിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഞാൻ എത്ര നാൾ ജീവിച്ചിരിക്കുന്നതെന്ന് ആർക്കറിയും? പിന്നെ അവനെ ആര് നോക്കും? പിന്നെ ഇല്ല പത്തനാപുരത്തോ അവിടെ ഇവിടെ അനാഥമന്ദിരത്തിൽ അങ്ങനെയൊക്കെ കൊണ്ടിടാനല്ലേ പറ്റും. അധികം സംസാരിക്കാൻ സാധിക്കില്ല. ഓർമ്മ ചെറുതായി കിട്ടിത്തുടങ്ങിയിട്ടേ ഉള്ളൂ രാധാകൃഷ്ണന്. എങ്കിലും അപകടത്തെക്കുറിച്ചും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും രാധാകൃഷ്ണൻ പറയുന്നത് ഇങ്ങനെയാണ്. പറ്റിയത് എന്റെ അശ്രദ്ധ കൊണ്ട് പറ്റിയതാ. ബൈക്ക് പൾസറായിരുന്നു. സൂക്ഷിച്ച് വാങ്ങാണ്ട് ഓടിക്കുക. എനിക്ക് പറ്റിയോട് ആർക്കും പറ്റരുത്. മകന് സംഭവിച്ച അപകടത്തിന് ശേഷം പിന്നീട് ബൈക്ക് യാത്ര ഈ അമ്മയ്ക്ക് ഭയമാണ്. ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഓരോരുത്തരോടും തന്റെ അനുഭവം വെച്ച് കണ്ണീരോടെ ഈ അമ്മ പറയുന്നു. ഇവിടെ അടുത്തുള്ള 2-3 കൊച്ചുങ്ങൾ എന്നെ കയറ്റി കൊണ്ടുപോകാനായിട്ട് എത്ര പ്രാവശ്യം നിർബന്ധിച്ചിട്ടുണ്ടോന്നറിയോ? ഞാൻ പോകത്തില്ല. ഭയങ്കര പേടിയാ. ഉള്ളിലങ്ങ് ഭയങ്കര ഒരു ഭീതി പോലെ. ഞാൻ ബസ്സിൽ മാത്രമേ പോകത്തുള്ളൂ. ഇപ്പോഴും പറഞ്ഞ എന്റെ പ്രാർത്ഥന, ഞാൻ പോലും പ്രാർത്ഥിക്കുക പോകും. ജീവിതത്തിൽ ഒരു കുഞ്ഞുങ്ങൾക്ക് ഈ പ്രായം ചെയ്യുന്ന ഒരു കുഞ്ഞുങ്ങൾക്കും ഇത് വരല്ലോ, ഒരു തങ്ങന്മാർക്കും ഇത് കിടന്ന് അനുഭവിക്കാതെ കാണാനും ഇവിടെ വരല്ലെന്നുള്ളൊരു പ്രാർത്ഥനയേ ഉള്ളൂ. ഒരു കുഞ്ഞുങ്ങൾക്കും വരല്ലോ ലോകത്ത്. നല്ല ചെറുപ്പത്തിലൊക്കെ അല്ലേ ഇങ്ങനെ സംഭവിച്ചിട്ട് കിടക്കാന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ തള്ള എന്നെ പോലല്ലേ ചില തള്ളമാര് കിടന്ന് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു തള്ളമാർക്കും ഈ ഒരു ഗതി വരല്ലേ. ചിലപ്പം നമ്മളെ ഏതെങ്കിലും ഭയപ്പഴം ഉണ്ടായിരിക്കും അത് ഇത്രയും ശിക്ഷ കിട്ടുമോ? ശാരീരിക പ്രശ്നമുള്ള എത്രയോ പേർക്ക് നല്ല മനസ്സുള്ളവരുടെ കരുണ മൂലം വിവാഹം നടക്കുന്നത് ഈ അമ്മ കണ്ടിരിക്കുന്നു. അതുപോലെ നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടി തൻ്റെ മകനെയും തേടിയെത്തണേ എന്നുള്ള ആഗ്രഹമുണ്ട് ഈ അമ്മയ്ക്കും. അതിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. അവനെ നോക്കാൻ ഒരു മനസ്സുള്ള ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങള് അങ്ങനെ കയറിയാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷം. അംഗവൈകല്യങ്ങളുള്ള ഒരു കുഞ്ഞുങ്ങളായാലും മതി. അവനെ നോക്കാൻ മനസ്സുള്ള ഒരു പാവം. പിന്നെ എന്റെ കാലം കഴിഞ്ഞ് എത്ര വർഷം ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് ദൈവമല്ലേ അവനെ തലയെഴുതി. രാധാകൃഷ്ണന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു, പ്രതീക്ഷകളുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കേട്ടാലോ. കല്യാണം കഴിക്കണം ആഗ്രഹമുണ്ട്. പിന്നെ എന്റെ കൊച്ചുങ്ങളുടെ അച്ഛനാണ് ആഗ്രഹമുണ്ട്. കൃഷ്ണ പേരാണ്. തനിക്കൊരു കുഞ്ഞുണ്ടായാൽ അതിന് കൃഷ്ണൻ എന്ന പേര് ചേർത്ത് വിളിക്കുമെന്നാണ് രാധാകൃഷ്ണൻ പറഞ്ഞത്. രാധാകൃഷ്ണന്റെ ആഗ്രഹം ഒരു സാധാരണ ചെറുപ്പക്കാരന്റെ ആഗ്രഹം മാത്രമാണ് അല്ലേ? പക്ഷേ ഇനി അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിന്റെ കൈകളിലാണ്. ഈ റെക്കോർഡിങ്ങും കഴിഞ്ഞ് അവരോട് യാത്രയും പറഞ്ഞ് മടങ്ങുമ്പോൾ ഞങ്ങളും മനസ്സിൽ പ്രാർത്ഥിച്ചു, കൃഷ്ണനൊരു തുണയാവട്ടെ. ഒപ്പം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ സ്വയം പറഞ്ഞു, വാഹനത്തിന്റെ വേഗത കൂടാതിരിക്കാൻ. ഇത് ഓരോരുത്തർക്കുമുള്ള ഒരു പാഠമാണ്. ഒരു ഇഷ്ടത്തിനോ ഒരു ഹരത്തിനോ വാഹനത്തിന്റെ വേഗത കൂടുമ്പോൾ ഓർക്കുക, ജീവിതത്തിന്റെ വേഗത കൂടുമ്പോൾ പിന്നീടുള്ള ജീവിതത്തിന്റെ ദൂരം അതിന്റെ വേഗത കുറയുമെന്ന്.
ഒന്ന് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരം അവസ്ഥ പങ്കുവയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വിളിക്കൂ റേഡിയോ ബെൻസിഗറിലേക്ക് 989090133311. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ടാകും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ കേട്ടത് എന്റെ കഥ. അവതരണം ശ്രീലക്ഷ്മി MS.